നമസ്കാരം. ഇനി ഫൈനലാണ്. ലോകകപ്പ് T20 മത്സരത്തിൻ്റെ ഫൈനലിൽ ഞായറാഴ്ച അഹമ്മദാബാദിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടുകയാണ്. വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ ആ ഫൈനലിന് ഒരുങ്ങുന്നത്. അതിന് മുഖ്യ കാരണം സഞ്ജു വി സാംസൺ എന്ന മലയാളി പോരാളിയാണ്. നമുക്കറിയാം, T20 ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം തവണയാണ് സഞ്ജു സാംസൺ ടീമിലെത്തുന്നത്. ആദ്യം 2024 ഉള്ള ലോകകപ്പിൻ്റെ ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മാച്ച് പോലും കളിക്കാൻ കഴിയാതെ കരക്കിരുന്ന് കളി കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. ഋഷഭ് പന്ത് എന്ന പറയുന്ന ഡൽഹി വിക്കറ്റ് കീപ്പറിന് വേണ്ടി ഉത്തരേന്ത്യൻ ലോബി പിടിമുറുക്കിയപ്പോൾ ഒറ്റ കളിയിലും രംഗത്തിറങ്ങാൻ കഴിയാതെ, കളത്തിലിറങ്ങാൻ കഴിയാതെ പോയ, ഗാലറിയിൽ നിന്ന് കളി കാണേണ്ടി വന്ന ഏറ്റവും മികച്ച ഒരു പ്ലെയറായിരുന്നു സഞ്ജു സാംസൺ. അദ്ദേഹത്തിൻ്റെ അന്ന് തുടർച്ചയായി ഋഷഭ് പന്ത് പരാജയപ്പെട്ടെങ്കിൽ പോലും സഞ്ജുവിനെ ഒന്ന് പരീക്ഷിക്കാൻ ഇന്ത്യൻ മാനേജ്മെൻറ്റ് തയ്യാറായില്ല. ഏതാണ്ട് ഇക്കുറിയും അതേപോലെയാണ്. ശുഭമാൻ ഗില്ലിനെ ഒഴിവാക്കിയിട്ടാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ടീം ക്യാപ്റ്റനായിട്ടുള്ള ഏറ്റവും മികച്ച സാങ്കേതിക തികവുള്ള ബാറ്റ്സ്മാനായിട്ടുള്ള ശുഭമാൻ ഗില്ലിനെ ഒഴിവാക്കിയിട്ടാണ് പകരം സഞ്ജുവിനെ T20 ടീമിലെടുത്തത്. എന്നാൽ ദൗർഭാഗ്യവശാൽ അതിന് തൊട്ട് മുമ്പ് നടന്ന ന്യൂസിലാൻഡ് പരമ്പരയിൽ 5 കളിയും സഞ്ജു കളിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സഞ്ജുവിന് ആ കളികളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രകടനം നടത്താൻ പറ്റിയില്ല. തൻ്റെ പ്രതിഭയോടുള്ള നീതി പുലർത്താൻ സാധിച്ചില്ല, സ്ഥിരത പുലർത്താൻ സാധിച്ചില്ല. അതോടെ ഏറ്റവും ക്രൂരമായ ഒരു അവഗണന, ഒരു കളിക്കാരൻ നേരിടേണ്ടി വരുന്ന ഏറ്റവും ക്രൂരമായ അവഗണന സഞ്ജു വി സാംസൺ എന്ന കളിക്കാരനല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ മാനസികമായും ശാരീരികമായും ഏറ്റവും തകർന്നു പോകേണ്ടി വരുന്ന അവഗണനയാണ് അദ്ദേഹത്തിനുണ്ടായത്. പ്രാക്ടീസ് മത്സരത്തിന് പോലും, ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ പോലും അദ്ദേഹത്തിനെ ആ പ്ലേയിങ് 11-ലോ ബാറ്റിങ്ങിനോ ഇറക്കാൻ സാധിക്കാതെ, ഇറക്കി വിടാതെ ഉള്ള ക്രൂരതയാണ് ടീം മാനേജ്മെൻറ്റ് കാണിച്ചത്. എങ്കിൽ പോലും അഭിഷേക് ശർമ്മ എന്ന ഓപ്പണർക്ക് അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലമാണ് നബീബിയയ്ക്കെതിരെ കളിക്കാൻ സഞ്ജുവിനൊരു അവസരം കിട്ടിയത്. ആ കളി അദ്ദേഹം കാര്യമായി തന്നെ കളിച്ചു. നല്ല തുടക്കം ഉണ്ടാക്കിയെങ്കിലും തുടർന്ന് അതുപോലെ കളിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് ദയനീയമായി തോറ്റ് ഇന്ത്യയുടെ സെമി പ്രതീക്ഷ പോലും തുലാസിലാകുന്ന ഒരു ഘട്ടത്തിലാണ് സിംബാബ്വേക്കെതിരായ നിർണായക മത്സരത്തിൽ സഞ്ജുവിനെ ഇറക്കിയത്. അവിടെയും അദ്ദേഹത്തിന് മികച്ച തുടക്കം നേടിക്കൊടുക്കാൻ സാധിച്ചെങ്കിലും അതൊരു ബിഗ് ഇന്നിങ്സാക്കി മാറ്റുന്നതിന് അദ്ദേഹത്തിന് കഴിയുകയുണ്ടായില്ല. അത് കാരണം അടുത്ത കളി, പിന്നീട് വന്ന കളിയിലും പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ആത്മവിശ്വാസം, ആ സിംബാബ്വേക്കെതിരെയുള്ള കളിയിൽ കിട്ടിയ മികച്ച തുടക്കത്തിൻ്റെ ഒരു ആത്മവിശ്വാസം വെസ്റ്റ് ഇൻഡീസിനെതിരായ ക്വാർട്ടർ ഫൈനലിന് സമാനമായ മത്സരത്തിൽ അദ്ദേഹത്തിന് വലിയൊരു തുടക്കം സമ്മാനിച്ചു. ആ തുടക്കം മാത്രമല്ല, സഞ്ജു ദ റിയൽ ഇന്ത്യൻ ഹീറോയായി മാറി. ഇന്ത്യയുടെ ഏറ്റവും എൽക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു കളിയിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. ഒപ്പം ഇന്ത്യയെ സെമി ഫൈനലിലേക്കും നയിച്ചു. ഇത് ഒരു ഫ്ലൂക്കായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. കാരണം കഴിഞ്ഞ കളിയിൽ അദ്ദേഹം വളരെ പക്വതയും പാകതയും കാണിച്ചെങ്കിലും സാധാരണ ബാറ്റ്സ്മാൻമാർക്കുണ്ടാകുന്ന ഒരു അവസ്ഥ, അതായത് ഫാൻസുകൾ, ആരാധകർ, അല്ലെ ടീം മാനേജ്മെൻറ്റ് അമിത പ്രതീക്ഷ ഒരു ബാറ്റ്സ്മാനിൽ അർപ്പിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ സമ്മർദ്ദവും പേറി ബാറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് അടുത്ത കളിയിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ ഇന്നലെ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ സഞ്ജു കളിച്ച കളി എല്ലാ സമ്മർദ്ദങ്ങളും തൂത്തെറിഞ്ഞുകൊണ്ട് ഉള്ളതായിരുന്നു. ഈ മത്സരത്തിന് ശേഷം സഞ്ജുവിനെ പ്രസ് മീറ്റിന് വിട്ട്, സാധാരണ പ്രസ് മീറ്റിന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് പോകാറുള്ളത്. പക്ഷേ ഇന്നലെ സൂര്യകുമാർ യാദവ് പറഞ്ഞു വിട്ടത് സഞ്ജു വി സാംസണെയാണ്. അദ്ദേഹം തൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ സഞ്ജുവിൽ മാത്രമാണ് ഇന്ത്യൻ ടീമിന് പ്രതീക്ഷ എന്നുള്ള ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ബാറ്റർമാരിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആളായിട്ട് സഞ്ജു മാറി. അതിനൊപ്പം തന്നെ ഒരു ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സർ അടിക്കുന്ന ബാറ്റ്സ്മാനായി അദ്ദേഹം മാറി. അതിനൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം, ചുരുങ്ങിയ കളികൾ മാത്രമാണ് കളിച്ചത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ റൺ നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ സൂര്യകുമാർ യാദവിനൊപ്പം തന്നെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് നമുക്ക് എടുത്തു പറയത്തക്കതാണ്. കാരണം ഒരറ്റത്ത് വളരെ ഭദ്രമായി നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നു. വെറുതെ നിൽക്കുകയല്ല, സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതിനൊപ്പം അടിച്ചു തകർക്കുന്ന ബാറ്റ്സ്മാൻ അടുത്ത എൻഡിൽ നിന്ന് അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സഞ്ജു ഇവിടെ നങ്കൂരമിട്ട് അദ്ദേഹത്തിൻ്റെ സ്കോർ ബോർഡും ഇന്ത്യയുടെ സ്കോർ ബോർഡും വളരെ വലിയ റൺ ശരാശരിയിൽ മുന്നോട്ട് നയിക്കുന്നു. സഞ്ജു ഒരറ്റത്ത് നിൽക്കുന്ന ആത്മവിശ്വാസം മറ്റു ബാറ്റ്സ്മാൻമാർക്കും ലഭിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നമുക്ക് കളി കണ്ടാലറിയാം. ഇന്നലെ ഇന്ത്യ സ്വീകരിച്ച ഏറ്റവും മികച്ച തന്ത്രമായിരുന്നു സഞ്ജുവിനൊപ്പം ശിവം ദുബെയെ കളിപ്പിക്കുന്നത്. അതായത് ഇഷാൻ കിഷൻ ഔട്ടായതിനു ശേഷം സൂര്യകുമാർ യാദവ് വരേണ്ട സ്ഥാനത്തേക്ക് ലെഫ്റ്റ് ഹാൻഡറായിട്ടുള്ള ശിവം ദുബെയെ കൊണ്ടുവന്നു. ശിവൻ ദുബെ എന്ന് പറയുന്നത് കൂറ്റൻ അണികളുടെ
രാജാവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ആഞ്ഞടിച്ചാൽ പന്ത് ഗാലറിയിലായിരിക്കും പതിക്കുക. അപ്പോൾ ഒരു സൈഡിൽ സഞ്ജു നിന്ന് ഗ്രൗണ്ട് ഷോട്ടുകൾ മൊത്തം അദ്ദേഹം കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ കളികളിലെല്ലാം അദ്ദേഹം കളിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് ഷോട്ടുകൾ കൂടുതൽ കളിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ബോധ്യമുള്ള ഗ്രൗണ്ടിൽ ബൗണ്ടറി ലൈനിന് വെളിയിൽ പറന്നെത്തുമെന്ന് ബോധ്യമുള്ള ബോളുകൾ മാത്രമാണ് അദ്ദേഹം സിക്സറിന് പറഞ്ഞത്. എങ്കിലും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ 7 സിക്സറുകളാണ് വന്നത്, 8 ബൗണ്ടറികളും. അപ്പോൾ സഞ്ജു മികച്ച പക്വതയാർന്ന കളി നയിക്കുന്നു. ഇന്ത്യയുടെ ഒരു നായകൻ, ഇന്ത്യയുടെ ഒരു സർവ്വ സൈന്യാധിപനായി സഞ്ജു മാറി. സഞ്ജുവിൻ്റെ ചിറകിലേറിയാണ് നിലവിൽ ഇന്ത്യ ഇപ്പോൾ ഫൈനലിൽ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനലിൽ അമിത പ്രതീക്ഷയാണ്. സഞ്ജു സാംസൺ എന്ന് പറയുന്ന മലയാളി ബാറ്ററുടെ ബാറ്റിംഗ് കരുത്തിൽ, അദ്ദേഹത്തിൻ്റെ മികച്ച ടെക്നിക്കുകളുടെ പിൻബലത്തിൽ ആയിരിക്കും ഇന്ത്യയുടെ പോരാട്ടം മുന്നോട്ട് പോവുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പിന്നാലെ വരുന്ന ബാറ്റർമാർക്ക് ഇഷാൻ കിഷൻ തൻ്റേതായ കളി കൃത്യമായി കളിക്കുന്നുണ്ട്. അഭിഷേക് ശർമ്മയുടെ ഫോം മാത്രമാണ് ഇപ്പോൾ ഉള്ള ഏക ആശങ്ക ഇന്ത്യക്കുള്ളത്. അഭിഷേക് ശർമ്മ എങ്കിൽ പോലും ഇന്നലെ നല്ല തുടക്കമാണ് അഭിഷേക് ശർമ്മയ്ക്ക് കിട്ടിയതെങ്കിലും അത് ബിഗ് ഇന്നിങ്സ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇഷാൻ കിഷൻ തൻ്റേതായ രീതിയിൽ ഉള്ള കളി, അദ്ദേഹത്തിൻ്റെ കളിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. ആക്രമിച്ച് തന്നെ കളിക്കുന്നു. കുറച്ച് സമയം ക്രീസിൽ നിൽക്കുന്നുള്ളെങ്കിൽ പോലും ആ സമയം കൊണ്ട് ഇന്ത്യയെ ഒരു ശക്തമായ ഒരു റൺ റേറ്റിലേക്ക് എത്തിക്കാനും ശക്തമായ ഒരു നിലയിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതിനൊപ്പം പിന്നാലെ വരുന്ന സൂര്യകുമാർ യാദവ് ബിഗ് ഇന്നിങ്സ് കളിച്ചിട്ട് കുറേ നാളായി. ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ നെടുന്തൂണായി നിന്നിരുന്നതെങ്കിൽ പോലും പിന്നീട് വന്ന കളികളിലൊക്കെ അദ്ദേഹത്തിന് കാര്യമായി സംഭാവന നൽകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ തിലക് വർമ്മ എന്ന കളിക്കാരൻ ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കറക്റ്റ് സ്പോട്ടിലേക്ക് വന്നിരിക്കുന്നത്. വന്ന പാടെ അടി തുടങ്ങുന്നു. ചുരുങ്ങിയ പന്തുകളിൽ കൂടുതൽ റൺസ് എടുത്തുകൊണ്ട് ഇന്ത്യയുടെ സ്കോറിംഗ് വേഗം വർദ്ധിപ്പിക്കുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുതെങ്കിലും വെടിക്കെട്ട ഒരു ഇന്നിങ്സ് ആയിരുന്നു, അതും ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, ഇന്ത്യയുടെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹാർദിക് പാണ്ഡ്യ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഫീൽഡിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. അദ്ദേഹവും ഇന്നലത്തെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ അർഷദീപും ബുംറയും അതിനൊപ്പം അവർക്കൊപ്പം ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് ഒരു സ്പീഡ് ബൗളിംഗ് നിര, പേസ് ബൗളിംഗ് നിര മികച്ച പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഈ ആകെയുള്ള ഒരു ആശങ്ക വരുൺ ചക്രവർത്തിയുടെ സ്പിൻ പഴയതുപോലെ ഏൽക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ചുരുക്കത്തിൽ ഇന്ത്യ ഞായറാഴ്ച അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ന്യൂസിലാൻഡിനെ നേരിടുമ്പോൾ മാനസികമായി മുൻതൂക്കം നേടുന്നു. അതിനൊപ്പം തന്നെ നമുക്കൊരു സർവ്വ സൈന്യാധിപൻ്റെ അവരോഹണമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം. കാരണം നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള ലോക ക്രിക്കറ്റ് നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള 2 പേരും ബൗളർമാരായിരുന്നു, ടിനു യോഹന്നാനും എസ് ശ്രീശാന്തും. എന്നാൽ ഇപ്പോഴാണ് നമുക്കൊരു ബാറ്റ്സ്മാനെ ഇന്ത്യയുടെ കുപ്പായത്തിൽ നമുക്ക് കേരളത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ ഒരു അംഗമായ ഒരു ബാറ്റ്സ്മാനെ കിട്ടുന്നത് സഞ്ജു സാംസൺ മുമ്പെങ്ങുമില്ലാത്ത വിധമുള്ള ഫോമിലാണ്. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ പടത്തലവൻ. അദ്ദേഹമാകും ഇന്ത്യയെ ഈ വരുന്ന ലോകകപ്പിൽ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്.